പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്ട്രക്ചർ എലമെൻ്റ് ആണ്. ഒന്നുകിൽ ആ സ്ട്രക്ചർ എലമെൻറ്റ് എന്ത് ചെയ്യുക, ഒന്നുകിൽ അത് കോൺക്രീറ്റ് എന്ന് ചെയ്തതാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അത് ടിമ്പർ ആവാം, അല്ലെങ്കിൽ സ്റ്റീല്, അല്ലെങ്കിൽ എന്താ പറയുക കോൺക്രീറ്റും സ്റ്റീലും കൂടി കോമ്പോസിറ്റ് ആയിട്ട് ചെയ്തിരുന്ന ഒരു സ്ട്രക്ചറൽ എന്താ പറയുക സ്ലെൻഡർ എലമെൻറ്റിനെയാണ് നമ്മൾ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പൈൽ ഫൗണ്ടേഷൻ നോർമലി നമ്മൾ എവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ നമ്മൾ വരുന്ന ബിൽഡിങ്ങിൻ്റെ ലോഡ്, ഫുൾ ബിൽഡിങ്ങിൻ്റെ ലോഡ് എന്ത് ചെയ്യുക, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് ഒന്നെങ്കിൽ ഒരു ഹാർഡ് സ്റ്റാർട്ട അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ സോയിലിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഈ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ സോയിൽ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഫൈനൽ ചെയ്യുക. നോർമലി അതിന് 5 കേസുകളാണ് നമ്മളുള്ളത്. ഒന്ന് എന്താ പറയുക, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് സോയിൽ റിപ്പോർട്ടിൽ കിട്ടുകയാണ് അവിടുത്തെ സോയിൽ വളരെ വീക്കാണ് എന്നുള്ളത്. അതാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പ് ഫൗണ്ടേഷനിലേക്ക് അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷനിലേക്ക് പോകും. രണ്ടാമത്തെ കേസ്, അവിടെ വാട്ടർ ടേബിൾ നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വാട്ടർ ടേബിൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലാണെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷനിലേക്കാണ് പോവുക. മൂന്നാമത്തെ കേസ്, നമുക്ക് അവിടെ സെറ്റിൽമെൻറ്റ് ഭയങ്കര ചാൻസ് ഉണ്ട്, മണ്ണ് വളരെ ലൂസാണ്, ലിക്വിഫിക്കേഷൻ പെട്ടെന്ന് നടക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതാണെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷനാണ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ നാലാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ മണ്ണ് ഇപ്പം സോയിൽ ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും, ഓരോ ലെയർ ബൈ ലെയർ ചെയ്യുമ്പോൾ ഓരോ ലെയറിനും എത്ര കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഫസ്റ്റ് ലൂസ് ആവുക, പിന്നെ കുറച്ച് നല്ല ലൂസ് ആവുക, അല്ലെങ്കിൽ ഹാർഡ് വരാം, പിന്നെ ലൂസ് വരാം. അങ്ങനെ സോയിൽ റിപ്പോർട്ട് നോക്കി ഡിഫറെൻറ്റ് സോയിൽ പ്രോപ്പർട്ടീസ് ആണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പൈൽ ഫൗണ്ടേഷൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുക. ഏറ്റവും ഫൈനലി നമ്മൾ എടുക്കുന്ന ബിൽഡിംഗ് നല്ല ഹെവി സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ നല്ല ടോൾ സ്ട്രക്ചറാണ്, വലിയ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിനും നമ്മൾ എന്ത് ചെയ്യുകയാണ്, പൈൽ ഫൗണ്ടേഷൻസ് ആണ് റെക്കമെൻഡ്. ഈ 5 നമ്മൾ മെയിനായിട്ട് പൈൽ ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുക. ഈ പൈൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണം എന്നുള്ള റെക്കമെൻഡ് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ല, ലൈസൻസ്ഡ് ആയിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. Well Fabs Academy. Learn, build, achieve.